പ്രായമുള്ളവർക്ക് ഏറ്റവും വലിയ വേണ്ട മാനസിക ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം, ആദരിക്കപ്പെടണം, സ്നേഹിക്കപ്പെടണം. അപ്പോൾ അംഗീകാരം ഒരു വലിയൊരു ആവശ്യമാണ്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിന് മുമ്പേ സമൂഹത്തിൽ അവർ ചെയ്ത പ്രവർത്തനത്തിൽ നിന്നൊക്കെ അവർക്ക് അംഗീകാരം ലഭിക്കുവാനും അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ റിട്ടയർഡ് ആകുമ്പോൾ അങ്ങനെ കിട്ടുന്ന അംഗീകാരങ്ങൾക്കൊക്കെ കുറവ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് തലത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. എന്നാൽ ചിലർ വിചാരിക്കുന്നത് അധികാരങ്ങളും സമ്പത്തും ഒക്കെ വിട്ടുകൊടുത്താൽ പിന്നെ എന്നെ ആരും പരിഗണിക്കത്തില്ല എന്ന് വിചാരിച്ച് അധികാരങ്ങളായാലും ചുമതലകളായാലും സമ്പത്തായാലും വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന വാർദ്ധക്യത്തിലുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചോളം സത്യത്തിൽ അവർ അംഗീകാരം കിട്ടുന്നതിന് പകരം ഉള്ള അംഗീകാരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സമയത്തതയോടെ നമ്മുടെ ചുമതലകളായാലും അധികാരങ്ങളായാലും അവകാശങ്ങളായാലും സ്വത്തായാലും ഒരു പരിധി വരെ അടുത്ത തലമുറയ്ക്കോ മറ്റുള്ളവർക്കോ കൈമാറി റിലീവ് ചെയ്യുന്ന ഉള്ള മനസ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അത് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത തലമുറ നമ്മളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യത്തുള്ളൂ. എന്നാൽ മറ്റൊന്ന്, ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണം എന്ന് മറ്റുള്ളവരെ പിന്നെ അതീശത്വ മനോഭാവത്തോടെ പെരുമാറുക, ഏകാധിപത്യ മനോഭാവത്തോടെ പെരുമാറുക. ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, ഞാൻ പറയുന്ന പോലെ എല്ലാവരും അനുസരിക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ള ആദരവും വിലയും അവർ കളഞ്ഞു വയ്ക്കുകയും അതേസമയം തങ്ങളുടെ ചുമതലകൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും അടുത്ത തലമുറ വളരുന്നതിന് പ്രോത്സാഹനം ചെയ്യുകയും അവരെ നമ്മളെക്കാളും ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് അവരെ അഭിനന്ദിക്കുകയും അതിൽ ആശ്വാസം കൊള്ളുകയും ചെയ്യുന്ന വാർദ്ധക്യത്തിലുള്ളവരാണ് ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത തലമുറ അവരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. മാത്രമല്ല അവരോട് വന്നാൽ അവരനുഭവജ്ഞാനങ്ങൾ ചോദിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്യും. എന്നാൽ നമുക്ക് അഭിപ്രായം പറയാൻ ശ്രമിക്കുമല്ലാതെ അതെല്ലാം ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് വാശി പിടിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മളോട് നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള അറിവുകൾ ചോദിക്കുകയും അത് നമുക്ക് അവരോട് സ്നേഹത്തോടെ പങ്കുവെക്കുകയും ചെയ്യാം. പക്ഷേ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കണോ, അതുപോലെ തന്നെ ചെയ്യണോ, അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണോ എന്ന സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്ക് കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് അടിച്ചേൽപ്പിക്കരുത്, ഏകാധിപത്യ പ്രവണത കാണിക്കരുത്, വിട്ടുകൊടുക്കാതിരിക്കരുത്. ഇതൊക്കെ നമ്മുടെ ഉള്ള ആദരവും വിലയും കളയാനാണ് അത് ഇടയാക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവർക്ക് ആദരവും വിലയും കിട്ടത്തില്ല. അതേസമയം അടുത്ത തലമുറ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ജീവിതാനുഭവമുള്ള വാർദ്ധക്യത്തിലുള്ളവരോട് അവരുടെ അനുഭവത്തിൽ നിന്നുള്ള ഉപദേശങ്ങൾ കേൾക്കുകയും അതിനു വേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രായമുള്ളവർക്കൊരു പരിഗണന കിട്ടുന്നതായിട്ടും ആദരവ് കിട്ടുന്നതായിട്ടും തോന്നും. അതുകൊണ്ട് അവരെ ആദരിക്കാനും അംഗീകരിക്കാനും ശ്രമിക്കണം. അതുപോലെ തന്നെ അവരെ സ്നേഹിക്കണം. അവർക്കും സ്നേഹം വേണം. ഏത് പ്രായത്തിലും മനുഷ്യന് സ്നേഹം വേണം. അതുകൊണ്ട് സ്നേഹം കൊടുത്തു വാങ്ങിക്കാൻ വാർദ്ധക്യത്തിലുള്ളവരും ശ്രമിക്കണം. പലപ്പോഴും യങ് ജനറേഷൻസ് വളരെ തിരക്കിലായിരിക്കും. പലപ്പോഴും നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. ഇതൊക്കെ കേരളത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും സ്നേഹത്തിന് വേണ്ടി സമപ്രായക്കാരുമായിട്ട് കൂടുതൽ സഹകരിക്കാനാണ് വാർദ്ധക്യത്തിലുള്ളവർ ശ്രമിക്കേണ്ടത്. കാരണം അവർക്ക് നമ്മളെപ്പോലെ സമയമുണ്ട്. ഒരുപക്ഷെ രണ്ടു കൂട്ടരെയും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സബ്ജക്റ്റുകൾക്കൊക്കെ ഒത്തിരി സമാനതകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സെയിം ഏജ് ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ വാർദ്ധക്യത്തിലുള്ളവരിൽ തന്നെ ഏറ്റവും ഇളം പ്രായത്തിലുള്ളവർ കൂടുതൽ വാർദ്ധക്യത്തിലുള്ളവരെ ശ്രദ്ധിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ പോയി ഇടപെടാനും സഹായിക്കുകയും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് അർത്ഥവത്തായി നമ്മുടെ വാർദ്ധക്യം ചെലവഴിക്കുന്നതിൻ്റെ സമയമായിട്ട് കൂടുതൽ ബലഹീനരായിട്ടുള്ള വാർദ്ധക്യത്തിലുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ആദ്യ 60s-ലോ 65-ലോ ആദ്യ സ്റ്റേജിലുള്ള വാർദ്ധക്യത്തിലുള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ കാര്യമാണ്. മാത്രമല്ല നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പഴയ പോലെ നമ്മുടെ ബന്ധങ്ങൾ കുറയും. അപ്പോൾ ചിലപ്പോൾ ആളുകൾ നമ്മളെ വിളിക്കത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങോട്ട് വിളിക്കുകയും ബന്ധങ്ങൾ നിലനിർത്താനുള്ള എഫേർട്ടുകൾ നടത്തുകയും ചെയ്താൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകത്തില്ല. നമുക്കൊരു നല്ല സൗഹൃദ വലയവും
നമുക്ക് സഹായിക്കാനുള്ള വേദികളും ഒക്കെ ഒരുങ്ങും. അത് നമ്മുടെ വാർദ്ധക്യം സമ്പന്നമാക്കാൻ ഒത്തിരി നമ്മളെ സഹായിക്കും. അതുകൊണ്ട് വാർദ്ധക്യത്തിലുള്ളവർക്ക് ആദരവ് വേണം, അംഗീകാരം വേണം, സ്നേഹം വേണം. ഇത് അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ പ്രകടിപ്പിക്കാൻ ഇളമുറക്കാർക്ക് കഴിയണം. മാത്രമല്ല തങ്ങളുടെ വ്യക്തിത്വം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും നേടത്തക്ക വ്യക്തിത്വങ്ങളായി വാർദ്ധക്യത്തിലുള്ളവർ മാറുകയും ചെയ്യണം. ഒരിക്കലും നമ്മുടെ ബന്ധം മറ്റൊരാൾക്ക്, നമ്മളോടൊപ്പം സമയം ചെലവഴിക്കുന്നതോ ബന്ധമോ മറ്റൊരാൾക്ക് പ്രശ്നമായി തീരാതെ അത് ആരോഗ്യകരമായ ഒരു സമയമാക്കി മാറ്റാൻ വാർദ്ധക്യത്തിലുള്ള ഒരു സമീപനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ നിലയിൽ അവർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.